സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തരൂരിന്റെ വിവാദ ലേഖനത്തിലെ കണക്കുകൾ തള്ളി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കോവിഡ് കാലത്ത് സർക്കാർ PR വർക്ക് നടത്തി തെറ്റായ കണക്ക് നൽകിയതുപോലെയാണ് വ്യാവസായിക വളർച്ച സംബന്ധിച്ച കണക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ലേഖനം എതിരാളികൾക്കായുധമായെന്നും തരൂർ സ്വയം തിരുത്തണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നെ കുരുതി കൊടുക്കരുതെന്ന് കോൺഗ്രസ് മുഖപത്രം തരൂരിനെ വിമർശിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുകെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു. കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBC ലേഖനം വരെ വന്നത്. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം എഴുതിയ ലേഖനം, അദ്ദേഹം ഇവിടെ 4 തവണ വിജയിച്ചപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൗൺസിലറോ ആവാനുള്ള അവസരം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശശി തരൂരിനെ പോലുള്ളൊരു സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടാവരുതെന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാറ്. അങ്ങനെ ഇരിക്കും ഞാൻ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള കൂറിനെ ഞങ്ങൾ ആരും സംശയിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തരൂരിനെ പിന്തുണച്ച് ഇന്നും CPM നേതാക്കൾ രംഗത്തെത്തി. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ ശശി തരൂരിനെതിരെ നടപടിയൊന്നും വേണ്ട, പക്ഷേ ശശി തരൂർ തിരുത്തണം എന്ന ആവശ്യം തുടർച്ചയായി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച കണക്കുകൾ തെറ്റാണ് എന്ന പ്രതിപക്ഷ നേതാവ് മറ്റു ചില കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ CPM ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം തരൂരിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നു? സ്മൃതി, കെ മുരളീധരൻ്റെ പ്രസ്താവന കടുത്ത ഭാഷയിൽ തന്നെയാണ്. കോൺഗ്രസിനുള്ളിലെ എല്ലാ അതൃപ്തിയും പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നടപടി വേണ്ട, എങ്കിലും അദ്ദേഹം സ്വയം തിരുത്താൻ തയ്യാറായേ പറ്റൂ എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ VD സതീശൻ ഇന്ന് കൊച്ചിയിൽ പ്രതികരിച്ചത് വളരെ സൂക്ഷിച്ചാണ്. ഇത് VD സതീശൻ, ശശി തരൂർ വിവാദമായി ഒരാളും ഇത് മെനയേണ്ട, അത്തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും വേണ്ട. ശശി തരൂർ പറഞ്ഞതിന് താൻ മറുപടി പറയാനില്ല, അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തെറ്റായ കണക്കുകൾ സംസ്ഥാന സർക്കാർ നിരത്തിയപ്പോൾ അത് കണ്ട് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞും കഴിഞ്ഞു. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് താൻ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി നിരത്തിയ കണക്കുകളെല്ലാം കളവാണ്, അതിനെതിരെയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന തൻ്റെ വാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത് പോലും. അദ്ദേഹം പറയുന്നത് കാര്യം, കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകളാണ് ഇടത് സർക്കാർ മുന്നോട്ട് വെച്ചത്. അതാദ്യം ജനങ്ങൾ വിശ്വസിക്കുകയും പിന്നീട് അതെല്ലാം കളവാണ് എന്ന് ബോധ്യപ്പെടുകയുമാണ് ചെയ്തത്. അത്തരത്തിലാണ് വ്യാവസായിക വളർച്ച സംബന്ധിച്ചുള്ള കണക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കുകളെല്ലാം ഓരോന്നും എടുത്തു നോക്കിയാൽ ഇതെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച തന്നെയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചിക നിർത്തലാക്കിയതാണ് 2021. ഈ സൂചിക പ്രകാരം ഒരു കണക്ക് തയ്യാറാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അസംബന്ധമാണ് എന്നുള്ള പ്രതികരണമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ സ്വാഭാവികമായും ശശി തരൂരിനെ പോലെ മുതിർന്ന ഒരു നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന സ്വാഭാവികമായും അവർക്കത് ഏറ്റവും ഇന്നും അത് അനുകൂലമാക്കി തന്നെ മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് ഇടതുഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് VD സതീശൻ പറഞ്ഞതിൻ്റെ മറുഭാഗം അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം ഉച്ചകഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിലൂടെ താൻ നൽകും എന്നുള്ള കാര്യം വ്യവസായ മന്ത്രി P രാജീവ് അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും സതീശൻ വളരെ സൂക്ഷിച്ചു തന്നെയാണ് സ്മൃതി ഇന്ന് വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടത്തിയത്.